ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ടൈം ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആക്ടിവിറ്റി 1 നോക്കാം. ദ ബ്രാഞ്ച് ഓഫ് ഹൈ യീൽഡിംഗ് നീലം മാംഗോ ട്രീ ഈസ് ഗ്രാഫ്റ്റഡ് ടു എ മൂവാണ്ടൻ മാംഗോ ട്രീ വിത്ത് റൂട്ട്സ് ടു പ്രൊഡ്യൂസ് എ ന്യൂ ഹൈ യീൽഡിംഗ് മാംഗോ സാപ്ലിങ്സ്. അപ്പം ഒരു നീലം മാംഗോ ട്രീയുടെ ഹൈ യീൽഡിംഗ് നന്നായിട്ട് വിളവ് തരുന്ന നീലം മാംഗോ ട്രീയുടെ ബ്രാഞ്ച്, അതായത് സിയൺ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നു. ഏതിലാണ്? മൂവാണ്ടൻ മാംഗോ ട്രീയിൽ വിത്ത് റൂട്ട്. അതിന് റൂട്ടുണ്ട്. അപ്പം ഇവിടെ മൂവാണ്ടൻ മാംഗോ ട്രീയാണ് റൂട്ട് സ്റ്റോക്ക്. നീലം മാംഗോ ട്രീയുടെ ബ്രാഞ്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹൈ യീൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അത് സിയൺ ആണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാംഗോ ട്രീ പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ്? അപ്പോൾ ഗ്രാഫ്റ്റിംഗ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാംഗോ ട്രീയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. നേരത്തെ നമുക്ക് അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. രണ്ടാമത്തത് ഇറ്റ് ഹാവ് ഹൈ യീൽഡിങ്. ഹൈ യീൽഡിങ് വെച്ചാൽ നന്നായിട്ട് വിളവ് തരും. മൂന്നാമത്തത് വരുന്നത് പൊസസ്ഡ് ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. നമ്മൾ ഈ സിയണായിട്ട് ഏതാണോ എടുക്കുന്നത് ആ ഒരു പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും അത് കാണിക്കും. നെക്സ്റ്റ് ബി, എ ഫാർമർ ഡിഡ് നോട്ട് ഗെറ്റ് ബെറ്റർ ഈൽഡ് ഈവൻ ദോ ഹി പ്ലാന്റഡ് സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ. റൈറ്റ് 3 സജഷൻസ് ഫോർ ഗെറ്റിംഗ് ബെറ്റർ ഈൽഡ്. ഒരു ഫാർമറിന് നന്നായിട്ടുള്ള വിളവ് കിട്ടുന്നില്ല. അദ്ദേഹം ഹൈബ്രിഡ് തൈകൾ കൊണ്ട് വെച്ചിട്ടും ബെറ്റർ ആയിട്ടുള്ള ഈൽഡ് കിട്ടുന്നില്ല, വിളവ് ലഭിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് 3 സജഷൻസ് ഫോർ ഗെറ്റിംഗ് ബെറ്റർ ഈൽഡ്. നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് 3 സജഷൻസുകൾ, നിർദ്ദേശങ്ങൾ എഴുതാനാണ്. അപ്പോൾ നമുക്കൊന്നെന്ന പ്രോപ്പർ ഇറിഗേഷൻ, നന്നായിട്ട് ജലസേചനം കൊടുക്കുക. യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, കീടനാശിനികൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് വീഡിങ് ആൻഡ് ഫെർട്ടിലൈസേഷൻ. നന്നായിട്ട് വീഡിങ് എന്ന് വെച്ചാൽ കളകൾ പറിച്ചു കൊടുക്കുക. പിന്നീടുള്ളത് വളങ്ങൾ നന്നായിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വെറൈറ്റി ഓഫ് പീ പ്ലാന്റ് വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് ദ പീ പ്ലാന്റ് ഷോൺ ഇൻ ദ ഫിഗർ? നമുക്ക് എന്ത് ചെയ്യണം? ഏത് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത് പോലെയുള്ള പുതിയ വെറൈറ്റി ആയിട്ടുള്ള പീ പ്ലാന്റ്, അതായത് നിറയെ കായ്ച്ചു നിൽക്കുന്ന പീ പ്ലാന്റിൻ്റെ പുതിയ വെറൈറ്റി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിന് ആൻസർ വരുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താണ്, സെൽഫ് പോളിനേഷൻ എന്താണ്, ബഡ്ഡിങ് എന്താണ്, ക്രോസ് പോളിനേഷൻ എന്താണെന്നെല്ലാം ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. അത് നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2. ഇപ്പോൾ 2 കുട്ടികളുടെ സംഭാഷണമാണ്. ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ എ കോപ്പർ വെസൽസ് ഇൻ മൈ ഹോം. ഒരാളുടെ കുട്ടികൾ ടാമറിൻഡ് വെച്ചാൽ പുളി ഏതിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? കോപ്പർ വെസൽ, കോപ്പർ കൊണ്ടുണ്ടാക്കിയ പാത്രത്തിലാണ്. മറ്റേ കുട്ടിയോ? ഇൻ മൈ ഹോം ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ ആൻ എർത്തേൺ പോട്ട്. എർത്തേൺ പോട്ട് എന്ന് വെച്ചാൽ മൺകലം, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടത്തിലാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ഹൂസ് ഒപ്പീനിയൻസ് ഡു യു എഗ്രി വിത്ത് വൈ? ഏത് ഒപ്പീനിയനാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്നത്, എന്തുകൊണ്ട്? അപ്പോൾ എന്തെഴുതണം? ഐ എഗ്രി വിത്ത് ദ ബോയ്സ് ഒപ്പീനിയൻ ബിക്കോസ് എർത്തേൺ പോട്ട്സ് വോണ്ട് റിയാക്ട് വിത്ത് ടാമറിൻസ് അസിഡിറ്റി ലൈക്ക് കോപ്പർ. അപ്പോൾ കോപ്പറുമായിട്ട് ഒരു ടാമറിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ആസിഡാണ്. ഏതാണ്? ടാറ്റാറിക് ആസിഡാണ്. അപ്പോൾ ഈ കോപ്പർ ഈ ആസിഡുമായിട്ട് റിയാക്റ്റ് ആവും. എന്നാൽ എർത്തേൺ പോട്ടുമായിട്ട് ഈ ടാമറിൻഡിൽ പുളിയിലടങ്ങിയിരിക്കുന്ന ആസിഡ്, അതായത് പുളിയിലടങ്ങിയിരിക്കുന്ന ടാറ്റാറിക് ആസിഡ് റിയാക്റ്റ് ആവില്ല. അതുകൊണ്ട് നമുക്ക് ഏതിൽ കീപ്പ് ചെയ്യാനാണ് നല്ലത്? എർത്തേൺ പോട്ടിൽ ടാമറിൻഡ് കീപ്പ് ചെയ്യാനാണ് നല്ലത്. അതിനകത്ത് ബി വരുന്നത് ഫോളോയിങ് ആർ ദ യൂസ് ഓഫ് സം സബ്സ്റ്റൻസസ്. കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ യൂസസ്. താഴെ കൊടുത്തിരിക്കുന്ന ചില സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ്. കംപ്ലീറ്റ് ദി ടേബിൾ ഓൺ ദ ബേസ് ഓഫ് ദെയർ യൂസ്. അവരുടെ ഇതിൻ്റെ ഉപയോഗം അനുസരിച്ച് അതിനെ തിരിന്തിരിക്കാൻ. യൂസ്ഡ് ഇൻ ബാറ്ററീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, യൂസ്ഡ് ഇൻ മെഡിസിൻ, യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ്,
യൂസ്ഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ. അപ്പോൾ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് വേർതിരിക്കാനാണ്. അപ്പോൾ ആസിഡ് ആണെങ്കിൽ യൂസ്ഡ് ഇൻ ബാറ്ററീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ആണ് ആസിഡ്. യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ, ഇതാണ് ആസിഡിൽ വരുന്നത്. ബേസിൽ വരുന്നത് യൂസ്ഡ് ഇൻ മെഡിസിൻ, യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ്, യൂസ്ഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ. അപ്പോൾ അസിഡിറ്റി കുറയ്ക്കണമെങ്കിൽ ബേസ് ചേർക്കണം. അപ്പോൾ സോയിലിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ നമ്മൾ ബേസ് ചേർത്ത് കൊടുക്കും. അതിൽ കുമ്മായമൊക്കെ ചേർക്കുമല്ലോ എന്ന് കൃഷി ചെയ്യുന്നതിന് മുന്നേ. സി നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ്. ഏതാണ് സോപ്പ് മേക്കിംഗ്, അത് സോപ്പ് ഉണ്ടാക്കുന്നതുമായി കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്. 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിലേതൊക്കെയാണ് റൈറ്റ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്. സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദി ഹാർഡ്നെസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദി സോപ്പ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. ഇതിൽ റൈറ്റ് 3 and 4 ആർ കറക്റ്റ്, അതായത് 4th ഓപ്ഷൻ. സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദി ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദി സോപ്പ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. അപ്പോൾ 4th ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ഗിവൺ ബിലോ ആർ സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ബൈ എ ഫാർമർ ടു ഗെറ്റ് ബെറ്റർ ഈൽഡ്. ഈ താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ വളങ്ങളുടെ സ്വഭാവങ്ങളാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്ന ഫാർമേഴ്സ്? ബെറ്റർ ഈൽഡിന് വേണ്ടിയിട്ട്, നല്ല വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അനലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വിശകലനം ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊണ്ട് നെക്സ്റ്റ് നമുക്കറിയാം അവിടെ പൂരിപ്പിക്കാനുള്ളതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവങ്ങളാണ് ഈ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേർതിരിച്ച് 2 ബോക്സുകളിലാക്കി എഴുതണം. അപ്പോൾ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, അത് നമുക്കറിയാം ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഒരു ധാരാളമായിട്ട് വേണ്ടുന്നത്. എക്സസീവ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, ഒരുപാടുള്ള ഉപയോഗം സോയിലിൻ്റെ ഘടനയെ തന്നെ നശിപ്പിക്കും, അത് നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെന്ന്. നോട്ട് ഹാംഫുൾ ടു സോയിൽ, അതായത് സോയിലിന് മണ്ണിന് ഉപദ്രവകാരിയല്ല, അതേതാണ്? ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. നെസസറി കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി. നെസസറി ആവശ്യമായിട്ടുള്ള കമ്പോണൻസുകൾ നമ്മൾ സെപ്പറേറ്റായിട്ട് ഈ വളം കൊടുത്താലും വേറെയും സെപ്പറേറ്റായിട്ട് കൊടുക്കണം, അത് കെമിക്കൽ ഫെർട്ടിലൈസറാണ്. നെക്സ്റ്റ് റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി, കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ, അത് നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസറാണ്. കാരണം ഓർഗാനിക് ഫെർട്ടിലൈസറിൽ എന്താണ്? റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് പൂരിപ്പിക്കാമല്ലോ, ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും ഫില്ല് ചെയ്യാൻ സാധിക്കും നമുക്ക്. നെക്സ്റ്റ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ ഈസ് എ മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് യൂസിങ് ട്രാപ്സ് ഓർ റിമൂവിങ് ദം മാനുവലി. എന്ന് വെച്ചാൽ നമുക്ക് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീടനാശിനികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെസ്റ്റ് കൺട്രോളിങ് ട്രാപ്പുകൾ ഉപയോഗിക്കാം. അല്ലാതെ കണ്ട് ഓർ റിമൂവിങ് ദം മാനുവലി, അല്ലാതെ കണ്ട് നമുക്ക് മാനുവലി എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിന് പുറമെ റൈറ്റ് ടു അതർ മെത്തേഡ് പ്രാക്ടീസ്ഡ് ബൈ ഫാർമേഴ്സ് ഫോർ പെസ്റ്റ് കൺട്രോൾ. ഇപ്പോൾ ഈ മാനുവലി ആയിട്ട് ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നു, രണ്ടാമതായിട്ട് ട്രാപ്പുകൾ യൂസ് ചെയ്യുന്നു. ഇത് അല്ലാതെ കണ്ട് ഫാർമേഴ്സ് ഉപയോഗിക്കുന്ന 2 പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് ഏതാണെന്നാണ്. ഇത് ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ഇപ്പം മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ കൊണ്ട് തുളസിയിലൊരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഫ്ലൈസുകൾ അട്രാക്റ്റായി വന്നിരിക്കുന്നതും ഈ പെറ്റ്സിനെ ട്രാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മാനുവലി കൈ കൊണ്ടോ എടുത്ത് റിമൂവ് ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെയുള്ള വേറെ 2 എണ്ണമാണ് ഓർഗാനിക് പെസ്റ്റിസൈഡും മെത്തേഡാണ് ബയോളജിക്കൽ കൺട്രോളും. ടെക്സ്റ്റിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ നീം ഓയിലും ഉപയോഗിക്കുന്നതും, പെസ്റ്റിസൈഡായിട്ട് നീം ഓയിൽ ഉപയോഗിക്കുന്നതും, ഗാർലിക് കാന്താരി മിക്സ്ചർ, പിന്നീട് ഓർഗാനിക് പെസ്റ്റിസൈഡ്. ബയോളജിക്കൽ കൺട്രോളിൽ നമ്മൾ ഉപയോഗിച്ച ലേഡി ബഗിൻ്റെ കാര്യം പറഞ്ഞ് അത് ഈ പെസ്റ്റിനെ
ഈറ്റ് ചെയ്യും, കഴിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രോഗ്, മബായു ബഗ്, ഇതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞതാണ്. നെക്സ്റ്റ് സി വരുന്നത് ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേർഡ് പെയേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആ വേർഡ് പെയേഴ്സിനെ കണ്ടെത്താനാണ്. റിയറിങ് റാബിറ്റ്സ്, റാബിറ്റ് വളർത്തുന്നതിനെ പറയുന്നത് ക്യൂണിക്കൾച്ചർ. ഗ്രോയിങ് ഫ്ലവർ, ഫ്ലവർ വളർത്തുന്നതിനെ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയും. ഇനി ആപ്പിക്കൾച്ചർ, ആപ്പിക്കൾച്ചർ എന്ന് വെച്ചാൽ റെയറിങ് ഹണി ബി. നെക്സ്റ്റ് ആക്ടിവിറ്റി 4, അതിനകത്ത് എ വരുന്നത് എ സർക്യൂട്ട് ഈസ് മെയ്ഡ് യൂസിങ് ടോർച്ച് സെൽ, ഇൻസൾട്ടഡ് കോപ്പർ വയർ ആൻഡ് LED മൊഡ്യൂൾ. ദ കോപ്പർ വയർ ഈസ് ഷോർട്ടർ ദാൻ റിക്വയർഡ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ കംപ്ലീറ്റ് ദ സർക്യൂട്ട്. നമ്മൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണ് ടോർച്ച് സെല്ല് ഉപയോഗിച്ച്. ടോർച്ച് സെല്ല് എന്ന് വെച്ചാൽ ടോർച്ചിലും ബാറ്ററി ഉപയോഗിച്ചിട്ട്. ഇൻസൾട്ടഡ് കോപ്പർ വയർ ആൻഡ് LED മൊഡ്യൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കോപ്പർ വയറുമാണ് ഉപയോഗിക്കുന്നത്. ദ കോപ്പർ വയർ ഈസ് ഷോർട്ടർ ദാൻ റിക്വയർഡ്. അപ്പം നമുക്ക് വേണ്ടുന്നതിനേക്കാളും കുറവാണ് ഈ ഷോർട്ടർ, ഈ കോപ്പർ വയർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ അതിനകത്ത് പിന്നീട് അതിനകത്ത് ബാലൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മെറ്റീരിയലാണ് ആ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. പിന്ന്, കോയിൻ, വുഡൻ പീസ്, വെറ്റ് പേപ്പർ, പെൻസിൽ ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാംഗിൾസ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വേണം? ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതായിരിക്കണം, കണ്ടക്ടേഴ്സ് ആയിരിക്കണം. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതിനെ കണ്ടക്ടേഴ്സ് എന്നും ഇലക്ട്രിസിറ്റി കടത്തി വിടാത്തതിന് നോൺ കണ്ടക്ടേഴ്സ് എന്നുമാണ് പറയുന്നത്. നോൺ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് കണ്ടക്ടേഴ്സ് ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് കണ്ടക്ടേഴ്സ് ആയിട്ട് വരുന്നത്? പിന്ന്, കോയിൻ, വെറ്റ് പേപ്പർ, പെൻസിൽ ഗ്രാഫൈറ്റ്. ബാക്കിയെല്ലാം നോൺ കണ്ടക്ടേഴ്സാണ്, ഇലക്ട്രിസിറ്റി കടത്തിവിടില്ല. ഇത്രയും സാധനങ്ങളാണ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത്. നെക്സ്റ്റ് ബി വരുന്നത് ഡിഡ് യു നോട്ടീസ് ദ പിക്ചർ, ഡ്രാ എ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് ദെയർ സിംബൽസ്. അപ്പോൾ സിംബൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടാക്കണം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ബൾബുണ്ട്, ബാറ്ററി ഉണ്ട്, വയറുണ്ട്, സ്വിച്ചുണ്ട്. അപ്പോൾ ഇത്രയും സിംബൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാനാണ്. നെക്സ്റ്റ് സി വരുന്നത് വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലൈൻ. ഏത് മെറ്റലാണ് ഇലക്ട്രിക് ലൈന് യൂസ് ചെയ്യുന്നത്? അലൂമിനിയമാണ് ഇലക്ട്രിക് ലൈന് യൂസ് ചെയ്യുന്നത്. നേരത്തെ യൂസ് ചെയ്തിരുന്നത് കോപ്പർ ആയിരുന്നു. പിന്നെ അലൂമിനിയത്തിലോട്ട് മാറാനുള്ള കാരണം അലൂമിനിയം ലൈറ്റ് വെയ്റ്റ് ആണ്, കോപ്പറിനെ അപേക്ഷിച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്. അതുപോലെ തന്നെ ചീപ്പറാണ്, കോപ്പറിനെ അപേക്ഷിച്ച് അലൂമിനിയം ചീപ്പറാണ്. അതുകൊണ്ട് അലൂമിനിയമാണ് ഇലക്ട്രിക് ലൈനിൽ യൂസ് ചെയ്യുന്നത്. പിടി കിട്ടിയല്ലോ. കോപ്പർ എന്താണ് യൂസ് ചെയ്യാത്തത്? കോപ്പറും ഗുഡ് കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതാണ്. അലൂമിനിയവും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. ഇതെല്ലാം മെറ്റലുകളെല്ലാം കണ്ടക്ടേഴ്സാണ്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നതാണ്. പക്ഷേ അലൂമിനിയമാണ് ഇപ്പം ഇലക്ട്രിക് ലൈനിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, ഫോളോയിങ് ഈസ് എ ടേബിൾ റിലേറ്റ് ടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ ഈ ടേബിൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് കറി ലീഫ് പ്ലാന്റിൽ എങ്ങനെയാണ് കിട്ടുന്നത്? സ്റ്റെമ്മിൽ നിന്ന് ഏത് പ്ലാന്റാണ്, സാപ്ലിങ്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ബ്രയോഫീലിയം ഏതിൽ നിന്നാണ്? കൊളോക്കേഷ്യ ഇതിൽ നിന്നാണ്. നോക്കാം നമുക്ക്. കറി ലീഫ് പ്ലാന്റ് വരുന്നത് റൂട്ടിൽ നിന്നാണ്. സ്റ്റെമ്മിൽ നിന്ന് വരുന്നത് ഹിബിസ്കസ് എഴുതാം, റോസ് എഴുതാം, തപ്പിയോക്ക എഴുതാം. അങ്ങനെ കമ്പ് വെച്ചിട്ട് വെട്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് ഈ സ്റ്റെമ്മിൽ നിന്ന് വരുന്നതിന് എഴുതാം. അടുത്തത് ബ്രയോഫീലിയം എന്ന് പറഞ്ഞാൽ ഇലമുളച്ചി എന്ന് പറയും, അത് ലീഫിൽ നിന്നാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. കൊളക്കേഷ്യ എന്ന് വെച്ചാൽ ചേമ്പ്, കൊളക്കേഷ്യ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണത്. നെക്സ്റ്റ് ബി വരുന്നത് ബഡ്സ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹിബിസ്കസ് പ്ലാന്റ്സ് ആർ ഗ്രാഫ്റ്റഡ് ഇൻ ടു എ റെഡ് ഹിബിസ്കസ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അതായത് റെഡ് കളറിൽ പൂ വരുന്ന ഒരു ചെമ്പരത്തി ചെടിയിൽ
പല കളറിലുള്ള പല വെറൈറ്റീസിലുള്ള ഹിബിസ്കസ് പ്ലാന്റിൻ്റെ ബഡ് ഗ്രാഫ്റ്റ് ചെയ്തു. റൈറ്റ് ഡൗൺ ദ അതർ സ്റ്റേജസ് ഇൻ ദി കറക്റ്റ് ഓർഡർ ഒൺ ഈസ് ഡൺ ഫോർ യു. അപ്പം അതിൻ്റെ ആ ഗ്രാഫ്റ്റിങ്ങിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം തന്നിട്ടുണ്ട്. ചിസൽഡ് ഓഫ് ദി ബഡ്സ് വിത്ത് ദ ബാർക്ക് ഫ്രം ഡിഫറെൻറ്റ് കളേർഡ് ഹിബിസ്കസ് പ്ലാന്റ്. ചിസൽഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ചെത്തി മാറ്റുക. ചിസൽഡ് ഓഫ് ദി ബഡ്സ് എന്ന് വെച്ചാൽ മുളയുള്ള ഭാഗം. ബാർക്ക് വിത്ത് ദി ബാർക്കോട് കൂടി അറിയാമല്ലോ നമ്മൾ ടെക്സ്റ്റ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ ചെത്തി മാറ്റിയിട്ട് പലതരത്തിലുള്ള ഹിബിസ്കസ് പ്ലാന്റുകളിൽ നിന്നും നമ്മളത് ചെത്തി മാറ്റിയെടുക്കണം. ബഡോടുകൂടി ബാർക്ക് ചെത്തി മാറ്റിയെടുക്കുക. സെക്കൻഡ് സ്റ്റേജ് ബാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി. പീൽ ഓഫ് ദി ബാർക്ക് ഫ്രം ദ റൂട്ട് സ്റ്റോക്ക് വിത്ത് ദ ബഡ് വിൽ ബി ഇൻസേർട്ടഡ്. പീൽ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഈ ബാർക്ക് റൂട്ട് സ്റ്റോക്കിൽ നിന്നുള്ള ബഡ് നമുക്ക് എവിടാണോ റൂട്ട് സ്റ്റോക്കിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ ആ ഭാഗം തൊലിയോടുകൂടി നമ്മൾ പീൽ ഓഫ് ചെയ്തെടുക്കുക. പീൽ ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? അതും ചെത്തിയെടുക്കുക. വിത്ത് ദ ബഡ് വിൽ ബി ഇൻസേർട്ടഡ്. നമ്മൾ സിയണിൻ്റെ അതായത് നമ്മൾ ഡിഫറെൻറ്റ് കളറിലുള്ള ഹിബിസ്കസിൻ്റെ ബാർക്ക് വിത്ത് ബഡ് നമ്മളവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേര് സിയൺ ആണ്. അന്നേരം നമ്മൾ ഈ റെഡ് ഹിബിസ്കസിലാണ് നമ്മളിത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അതിനെ പറയുന്ന പേര് റൂട്ട് സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്കിലുള്ള എവിടെയൊക്കെയാണോ നമ്മൾ ബഡ് പിടിപ്പിക്കേണ്ടത് അവിടെ നിന്നെല്ലാം ഇതുപോലെ ബാർക്ക് തൊലി ചെത്തിയെടുക്കുക. അതിനുശേഷം ബഡ് നമ്മൾ ചെത്തിയെടുത്ത് വെച്ചിരുന്ന ഡിഫറെൻറ്റ് കളറിലുള്ള ഹിബിസ്കസ് പ്ലാന്റിൻ്റെ ബഡ് അവിടെ ഇൻസേർട്ട് ചെയ്യുക. അറ്റാച്ച് ദ സിയൺ ടു ദ റൂട്ട് സ്റ്റോക്ക് വിത്ത് ടേപ്പ് കൊണ്ട് ചുറ്റിയെടുക്കുക. അല്ലെങ്കിൽ പോളിത്തീൻ ടേപ്പെന്നോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റർ ടേപ്പെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കീപ്പിംഗ് ദ ബഡ് എക്സ്പോസ്ഡ്. അപ്പോൾ ബഡ് വെളിയിൽ കാണുന്ന രീതിയിൽ വേണം നമ്മളത് ചുറ്റിയെടുക്കാൻ, ടേപ്പ് ചുറ്റിയെടുക്കാൻ. റിമൂവ് ദി അപ്പർ പാർട്ട് ഓഫ് ദി സ്റ്റോക്ക് വിത്ത് ദ ബഡ് ഗ്രോസ് വെല്ല്. അപ്പം നന്നായിട്ട് ഈ ബഡ് വളർന്നു വരുമ്പോൾ മുകളിലുള്ള ഭാഗം അതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലായ കാര്യങ്ങളാണ്. ആ റൂട്ട് സ്റ്റോക്കിൻ്റെ തൊട്ട് മുകളിൽ നിന്നുള്ള ഭാഗം എന്ത് ചെയ്യുക? റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ സി വരുന്നത് വേരിയസ് അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ആൻഡ് ക്രോപ്സ് ഡെവലപ്ഡ് ദെയർ ആർ ഗിവൺ ബിലോ കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ്, റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗവേഷണം. അപ്പം കൃഷിയെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന കുറേ സെൻറ്റേഴ്സുകളുടെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI. അത് ട്യൂബർ ക്രോപ്സിനെ പറ്റിയിട്ടാണ് അവിടെ റിസർച്ച് നടത്തുന്നത്. നെക്സ്റ്റ് അവർ കൊടുത്തിരിക്കുന്ന ക്രോപ്സിൻ്റെ പേരാണ് കോക്കനട്ട്, അരക്കനട്ട്. അരക്കന എന്താണെന്ന് വെച്ചാൽ കവുങ്ങ്. അപ്പോൾ അത് എവിടാണ് റിസർച്ച് നടത്തുന്ന സെൻറ്റേഴ്സിൻ്റെ പേരാണ്. അത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡാണ്, CPCRI. അവിടെയാണ് കോക്കനട്ടിനെ പറ്റിയും അരക്കനട്ടിനെ പറ്റിയൊക്കെ റിസർച്ച് നടത്തുന്നത്. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 6. വെൻ പതിമുഖം വാട്ടർ ഈസ് ആഡഡ് ടു ലെമൺ ജ്യൂസ്, വിനീഗർ, ടാമറിൻറ്റ് വാട്ടർ ആൻഡ് ബട്ടർ മിൽക്ക് ദെയർ കളർ ചേഞ്ച്ഡ് ടു യെല്ലോ. പതിമുഖം വാട്ടർ ലെമൺ ജ്യൂസിലും വിനീഗറിലും ടാമറിൻറ്റ് വാട്ടറിലും ബട്ടർ മിൽക്കിലും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് യെല്ലോ കളറായിട്ട് മാറും. ഒന്നാമത്തത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് എനി 2 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ സൊല്യൂഷൻസിൻ്റെ 2 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്തുള്ള ലെമൺ ജ്യൂസ് നമുക്കറിയാമല്ലോ, നാരങ്ങ വെള്ളം, വിനീഗർ, ടാമറിൻ്റെ വാട്ടർ പുളിവെള്ളം, ബട്ടർ മിൽക്ക് എന്ന് വെച്ചാൽ മോരും വെള്ളം, ഇതെല്ലാം ആസിഡാണല്ലേ. അപ്പോൾ ആസിഡിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ആസിഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. അപ്പോൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് അതിൻ്റെ 2 പ്രത്യേകതകൾ. ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്, പുളിരസമുണ്ട്. ലിറ്റ്മസ് പേപ്പർ ചേഞ്ച്ഡ് ബ്ലൂ ടു റെഡ്. അപ്പോൾ ബ്ലൂവിൽ നിന്നും റെഡ് കളറിലായിട്ട് ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ആകുന്നു. അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച്ഡ് ടു റെഡ്. ഇത് 2 പ്രത്യേകതകളാണ് ആസിഡിനുള്ളത്, നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ബി വരുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് വി ഈറ്റ് ആൻഡ്
മേജർ ആസിഡ് പ്രസൻറ്റഡ് ഇൻ ദം. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ടേബിളിൽ ഉള്ള കുറേ ഐറ്റംസുകളുണ്ട്, നമ്മൾ കഴിക്കുന്ന ഐറ്റംസുകൾ തന്നെയാണ്. അപ്പോൾ അതിനകത്തുള്ള ഏതാണ് ആസിഡ് ഏതാണെന്നാണ്. അപ്പോൾ ആസിഡ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ഫുഡ് ഐറ്റം ഏതാണെന്ന് എഴുതുക. ഫുഡ് ഐറ്റം കൊടുത്തിട്ടുണ്ട്, അതിൽ ആസിഡ് ഏതാണെന്നും എഴുതുക. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. ടാറ്റാറിക് ആസിഡ് നമുക്കറിയാം, ഇതിനകത്തുള്ള ടാമറിൻറ്റിലുള്ളതാണ്, പുളിയിലുള്ളതാണ്. ടൊമാറ്റോയിലുള്ള ആസിഡ് ഓക്സാലിക് ആസിഡ്. നെക്സ്റ്റ് വരുന്നത് ഫുഡ് ഐറ്റംസ് കണ്ടുപിടിക്കാനാണ്. അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ് ഏതാണ് നമുക്കറിയാം, ഗൂസ്ബെറിയിലാണെന്നറിയാം. പിന്നെ ആപ്പിളിലുള്ളത് മാലിക് ആസിഡ്. ഇതെല്ലാം ടെക്സ്റ്റിലുള്ളതാണ്. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് മൊത്തം വന്നിരിക്കുന്നത്. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചവർക്ക് നന്നായിട്ട് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സി നോക്കാം. വെൻ എ സ്ട്രോങ് ആസിഡ് സ്പിൽസ് യുവർ ബോഡി ഇറ്റ് ബേൺ. റൈറ്റ് എനി 4 പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആസിഡ് വൈൽ ഹാൻഡിലിങ് കെമിക്കൽസ്. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് നിങ്ങളുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ, തെറിച്ച് കഴിഞ്ഞാൽ അത് പൊള്ളലുണ്ടാവും, ബേൺസ്, പൊള്ളൽ. അപ്പോൾ റൈറ്റ് എനി 4 പ്രിക്കോഷൻസ് എഴുതിയാൽ മതി. ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ് വൈൽ ഹാൻഡിലിങ് കെമിക്കൽസ്. അപ്പോൾ കെമിക്കൽസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രിക്വേഷൻസ്, പ്രതിവിധികൾ നമുക്ക് എടുക്കാൻ സാധിക്കും. 4 എണ്ണം എഴുതിയാൽ മതി. അതും ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ടെക്സ്റ്റിൽ നിന്ന് എടുത്തതാണ്. ഇത് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ ഫുൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അവോയ്ഡ് സ്പില്ലിങ് ഓൺ ബോഡി പാർട്സ്. ബോഡി പാർട്സിൽ വീഴുന്നത് അവോയ്ഡ് ചെയ്യുക. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്. അപ്പോൾ ഇതിലല്ല, ഇങ്ങനെയുള്ള ആസിഡുകളിലും കെമിക്കൽസുകളിലൊന്നും നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യാതിരിക്കുക. ഡോണ്ട് സ്മെൽ, മണപ്പിക്കാതിരിക്കുക. ഡോണ്ട് ടേസ്റ്റ് ചെയ്യാതിരിക്കുക. യൂസ് എ ഡ്രോപ്പർ വൈൽ ടേക്കിംഗ് ഔട്ട് ആസിഡ് ഫ്രം എ ബോട്ടിൽ. നമ്മൾ ആ ബോട്ടിൽ നിന്ന് ആസിഡ് എടുക്കുമ്പോൾ ഒരു ഡ്രോപ്പർ ഉപയോഗിക്കുക. യൂസ് എ ഹോൾഡർ വൈൽ യൂസിങ് ദ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുമ്പോൾ അത് പിടിക്കാൻ വേണ്ടി ഹോൾഡർ ഉപയോഗിക്കുക. ഇതിൻ്റെ പിക്ചറുകളെല്ലാം ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങൾ അതോടെ ഒന്ന് റെഫർ ചെയ്യുക. പിക്ചേഴ്സോട് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ഒബ്സർവ് ദ പിക്ചർ ഓഫ് സം ഓഫ് ദി ടൂൾസ് യൂസ്ഡ് ബൈ ഇലക്ട്രീഷ്യൻസ്. താഴെ ഒരു ABCD എന്നുള്ള പിക്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഇലക്ട്രീഷ്യൻസ് യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ്, ഉപകരണങ്ങളാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ടൂൾസ് ആർ സ്യൂട്ടബിൾ ഫോർ ഫോളോയിങ് പർപ്പസ്. ഇപ്പോൾ ഇതിൽ നിന്നുള്ള ഏത് ടൂൾസുകളാണ്, താഴെ 2 പർപ്പസസ് കൊടുത്തിട്ടുണ്ട്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ടു റിമൂവ് ദ ഇൻസുലേഷൻ ഓഫ് എ വയറിൽ നിന്നുള്ള ഇൻസുലേഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, മറ്റൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടല്ലോ ഒരു വയറിൽ, അതാണ്. ആ ഇൻസുലേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്? ടൂളിൻ്റെ പേര് സ്ട്രൈപ്പർ, B ആണ്. അതിൻ്റെ പേര് പറയുന്നത് സ്ട്രൈപ്പർ എന്നാണ്. രണ്ടാമത്തെ വരുന്നത് ടു ടെസ്റ്റ് ഇലക്ട്രിക് കറണ്ട്. അത് നമുക്കറിയാം. ഇലക്ട്രിക് കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് A ആണ്. അത് ടെസ്റ്ററാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് എ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് എ ഹാൻഡിൽ ഓഫ് ദി എബോവ് ടൂൾസ്. വാട്ട് ഈസ് ദ റീസൺ. അപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന ടൂൾസിൻ്റെ എല്ലാ ഹാൻഡിലുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, മെറ്റീരിയലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അതിൻ്റെ റീസൺ എന്താണ്. അപ്പോൾ ഇങ്ങനെ പിടികളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിനെ നമ്മൾ പറയുന്നത് ഇൻസുലേറ്ററാണ്. അതിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻസുലേറ്റർ എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ദ. അപ്പോൾ ഇതിലൂടെ, ഈ ഒരു മെറ്റീരിയലിലൂടെ ഇത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല, അപ്പം കണ്ടക്ടേഴ്സ് അല്ല. അതാണ് അതിൻ്റെ റീസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 അതർ എക്സാമ്പിൾസ് ഫോർ സച്ച് മെറ്റീരിയൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് 2 എക്സാമ്പിൾസ് എഴുതാനാണ്. അത് നമുക്ക് തന്നെ എഴുതാം അല്ലേ. റബ്ബറും പ്ലാസ്റ്റിക്കും. ഇത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പെരിമെൻ്റ് ആണത്. സം മെറ്റീരിയൽസ് ഇൻ ദി സയൻസ് കിറ്റ് ആർ ഗിവൺ ബിലോ. ബേക്കിംഗ് സോഡ, ടെസ്റ്റ് ട്യൂബ് ഉണ്ട്, മഗ്നീഷ്യം റിബൺ ഉണ്ട്, വിനീഗർ ഉണ്ട്, ലൈം വാട്ടർ ഉണ്ട്, മാച്ച് ബോക്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കി. എ സ്റ്റുഡൻറ്റ് കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഗിവൺ ബിലോ യൂസിങ് സ്യൂട്ടബിൾ മെറ്റീരിയൽസ് ഫ്രം ദ സയൻസ് കിറ്റ്.
ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി എക്സ്പെരിമെൻ്റ് ഈസ് ഗിവൺ. കംപ്ലീറ്റ് ദി എക്സ്പെരിമെൻ്റ് നോട്ട്സ് എഴുതാനാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്, ആ എക്സ്പെരിമെൻ്റ് പരീക്ഷണത്തിൻ്റെ ഒബ്ജക്റ്റീവ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സയൻസ് കിറ്റിൽ നിന്ന്, മുകളിൽ സയൻസ് കിറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എടുക്കുക. എന്നിട്ട് ആ തന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റ് നോട്ട് എഴുതാനാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്തുവാണ്? ടു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ്. അപ്പം മെറ്റൽസുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഒബ്ജക്റ്റീവ്. അപ്പം മെറ്റീരിയൽസ് ഏതാണ് റിക്വയർഡ്, ആവശ്യമുള്ള മെറ്റീരിയൽ എഴുതുക, പ്രൊസീജിയർ എഴുതുക, ഒബ്സർവേഷൻ എഴുതുക, ഇൻഫറൻസ് എഴുതുക. മെറ്റീരിയൽസ് ഏതൊക്കെയാണ് വേണ്ടത്? വിനീഗർ വേണം, ടെസ്റ്റ് ട്യൂബ് വേണം, മഗ്നീഷ്യം റിബൺ വേണം, മാച്ച് സ്റ്റിക്ക് വേണം. പ്രൊസീജിയർ pour vinegar into a test tube. ടെസ്റ്റ് ട്യൂബിലോട്ട് pour ചെയ്യുക എന്ന് വെച്ചാൽ ഒഴിക്കുക. ഡ്രോപ്പ് എ ഫ്യൂ സ്ട്രിപ്പ് ഓഫ് മഗ്നീഷ്യം റിബൺ ഇൻറ്റു ദി വിനീഗർ. ഈ വിനീഗറിലോട്ട് ഫ്യൂ ട്രിപ്സ്, കുറച്ച് സ്ട്രിപ്പ് മഗ്നീഷ്യം റിബണിൻ്റെ സ്ട്രിപ്പ് ഇടുക. ക്വിക്കിലി സീൽ ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് യുവർ തമ്പ്. നമ്മുടെ തമ്പ് കൊണ്ട് അതിനെ സീൽ ചെയ്യുക, അടയ്ക്കുക. കെയർഫുള്ളി ബ്രിങ് എ ലിറ്റ് മാച്ച് സ്റ്റിക്ക് നിയർ ദി ഓപ്പണിങ്. അപ്പം കൈ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ ലിറ്റ് എന്ന് വെച്ചാൽ കത്തിച്ച മാച്ച് സ്റ്റിക്ക് കൊണ്ടുവരിക. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ യു വിൽ ഹിയർ എ ലൗഡ് പോപ്പ് ആൻഡ് സീ എ സ്മാൾ ഫ്ലെയിം. ഒരു പോപ്പ് സൗണ്ടും കേൾക്കും, അതുപോലെ തന്നെ ഒരു ചെറിയ ഫ്ലെയിമും. ഇൻഫറൻസ് വരുന്നത് വെൻ ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതിനകത്ത് വിനീഗർ എന്ന് വെച്ചാൽ ആസിഡാണ്, മഗ്നീഷ്യം എന്ന് പറയുന്നത് മെറ്റലാണ്. അപ്പോൾ ആസിഡും മെറ്റലും തമ്മിൽ റിയാക്റ്റ് ആവുമ്പോൾ ഹൈഡ്രജൻ ആയിരിക്കും റിലീസാവുന്ന ഗ്യാസ്. നെക്സ്റ്റ് ബി വരുന്നത് റൈറ്റ് എനി 2 യൂസസ് ഓഫ് ആസിഡ്. ആസിഡിൻ്റെ 2 ഉപയോഗം എഴുതാനാണ്. ഇതെല്ലാം ടെക്സ്റ്റിലുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. ആസിഡ് ആൻഡ് ബേസ് യൂസിനകത്ത് തന്നെ അത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് യൂസ്ഡ് ഇൻ മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ കെമിക്കൽ വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഇൻ ബാറ്ററി ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. മോട്ടോർ വെഹിക്കിൾസിൻ്റെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. ഈ 2 ഉപയോഗമാണ് ഇതിനകത്ത് നമ്മൾ എഴുതേണ്ടത്. വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെയോ എഴുതാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ആ 2 ആൻസർ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് തന്നത്.